സോ യു ഡോണ്ട് കെയർ മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം പഠിച്ചാ, അതായത് നിങ്ങൾ കഴിഞ്ഞ 12 മിനിറ്റ് എന്ത് ചെയ്തിട്ടില്ല, അവളോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഓഫ്, ഇത് നല്ല പഠിച്ച് ചോദിക്കും തോന്നി. ഡു യു ലവ് മീ എനിക്ക് തോന്നില്ല, ഇത് സിലബസ് ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞു. ഇതിന് പ്രത്യേക ആൻസർ ഒന്നും ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാർക്ക് ചെയ്തു റെഡിൽ ഉണ്ട്. ഓക്കെ, ഗേൾസ് പറയുകയാണ് ഐ വിൽ ബി ദെയർ ഇൻ 5 minutes. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 45 minutes എങ്കിലും എടുക്കും മൊത്തത്തിൽ ഒരുങ്ങി ഇറങ്ങി വരാൻ. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെക്കാം. ഗേൾ വിൽ സേ യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇല്ലല്ല, അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല, അവരുടെ ചോയ്സ് ആണ് വലുത്. ഓക്കെ, ഇത് ഇന്നലെ റെഡിൽ മാർക്ക് ചെയ്തു. ബാക്കി 2 മാർക്ക് കിട്ടി. ഐ ആം നോട്ട് ഹംഗ്രി. ഐ ആം നോട്ട് ഹംഗ്രി എന്ന് വെച്ചാൽ അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് വാങ്ങിച്ച് കൊടുക്കുക, സംസാരമില്ല അവിടെ. ഓക്കെ, വാട്ട് ഈസ് എ ഫേവറേറ്റ് ഹോബി? ഓക്കെ, ഫേവറേറ്റ് ഹോബി ഇന്നലെ എനിക്ക് അറിയാം എന്ന് ചോദിക്കുന്നു. ആർഗ്യൂ, അതായത് മുമ്പത്തെ മെസ്സേജുകളെല്ലാം നോക്കി വെച്ചിട്ട് എവിഡൻസോട് കൂടി എടുത്ത് വെച്ചിട്ട് വായി തോന്നി വിളിച്ച് പറയാം. യു ഹാവ് ചേഞ്ച്, നീ കുറെ മാറിപ്പോയി. ഇത് എനിക്ക് അറിയായിരുന്നല്ലോ. ഓക്കെ, അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രാത്രി നീ എന്ത് ചെയ്തില്ല, ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കാൻ മറന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ശരി. വാട്ട് ഈസ് എ ലവ് ലാംഗ്വേജ്? ലവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ചുമ്മാ ദേഷ്യപ്പെട്ടിട്ട് കണ്ടുപിടിക്കുക എന്തിനാണ് ദേഷ്യപ്പെട്ടത്. ഈശ്വര, ഇത് ജയിക്കണേ. ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ ഇനിയും സിംഗിൾ ആയിട്ടിരിക്കും. ഇത് പാടില്ല. ഈ പരീക്ഷ ജയിച്ചേ പറ്റുള്ളൂ. അയ്യോ.